കനത്ത മഴയിൽ കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിലും ഇടുക്കിയിലും പലയിടത്തും ഉരുൾപൊട്ടൽ. ഇടുക്കി വാഗമൺ കോലഹലമേട്ടിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ ഒരാൾ കുടുങ്ങി. രണ്ടുപേരെ രക്ഷപ്പെടുത്തി. കുടയത്തൂർ അടൂർ മലയിലും ഏലപ്പാറ ചെമ്മണ്ണിലും വീടുകൾക്ക് മുന്നിൽ മണ്ണിടിഞ്ഞ് ഓരോരുത്തർ വീതം കുടുങ്ങി. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കര പയ്യാനിത്തോട്ടത്തിൽ ഉരുൾപൊട്ടലിൽ ഒരു വീട് കാണാതായി. കോട്ടയം ഈരാറ്റുപേട്ട ടൗൺ, കാഞ്ഞിരപ്പള്ളി, എരുമേലി എന്നിവിടങ്ങളിൽ വിവിധ മേഖലകളിൽ വെള്ളം കയറി. പല സ്ഥലത്തും വീടുകളിൽ വെള്ളം കയറി. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും അതിതീവ്ര മഴയാണ് സംസ്ഥാനത്തുള്ളത്. നിലവിൽ ഇപ്പോൾ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ വ്യാപകമാണ്. എന്തായാലും 2 പേർ കുടുങ്ങിക്കിടന്നതിൽ 2 പേരെ രക്ഷിച്ചിട്ടുണ്ട്. ഒരാൾക്കായി ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇതിപ്പോൾ ഒരു മരണം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കിയിലെ അടൂർ മലയിൽ, കുടയത്തൂരിലെ അടൂർ മലയിൽ ഒരാൾ മരിച്ചു എന്നുള്ളതാണ്. സുമതി എന്ന വീട്ടമ്മയാണ് മരിച്ചത്. അവിടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണാണ് സുമതി മരിച്ചിരിക്കുന്നത്. നേരത്തെ ആ വീട്ടിൽ 3 പേരാണ്, സുമതി അടക്കം 3 പേരാണ് കുടുങ്ങിയിരുന്നത്. അവരിൽ 2 പേരെ നേരത്തെ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. സുമതിയുടെ ഭർത്താവ് രവിയെയും അതുപോലെ തന്നെ മകളെയുമാണ് രക്ഷപ്പെടുത്തിയത്. അങ്ങനെ 2 പേരെ അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ സുമതി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സുമതിയുടെ മൃതദേഹം ആ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഗമണിലെ കോലാഹലമേട്, അതുപോലെ തന്നെ ആ മേഖലകളിലെല്ലാം ഇപ്പോൾ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് അടൂർ മല, അതുപോലെ തന്നെ ഏലപ്പാറയിലെ ചെമ്മണ്ണ് എന്നീ ഭാഗങ്ങളിലാണ്. അതിൽ കോലാഹലമേട്ടിലും ഏലപ്പാറ ചെമ്മണ്ണിലും ഓരോരുത്തർ വീടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ മണ്ണിടിച്ചിലിൽ. അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതുപോലെ തന്നെ ഈ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ പയ്യനിത്തോട്ടത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. അവിടെ 2 പേരെ കാണാതായി എന്നുള്ളതാണ്. 2 പേർക്കായി ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ പേരെന്ന് പറയുന്ന മണപ്പാട്ട് ഗ്രേസി, അവരുടെ മകൻ എന്നിവരെയാണ് കാണാതായിട്ടുള്ളത്. ആ വീടിൻ്റെ മുകളിലേക്കാണ് ഉരുൾ വന്നത്. ആ വീട് പൂർണ്ണമായും കാണാതെ ആയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാറടക്കം അവിടെ ഈ ഉരുൾപൊട്ടലിൽ തകർന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ആ ദൃശ്യങ്ങൾ തന്നെ എത്രത്തോളമാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും ആ ഭാഗങ്ങളിലടക്കമാണ് ഇപ്പോൾ ഈ വലിയ ദുരന്തം അല്ലെങ്കിൽ വലിയൊരു അപകടം എന്ന് പറയാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളത്. ഇടുക്കിയിൽ പോലീസ് ജീപ്പിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു ഏലപ്പാറയിൽ. പക്ഷേ അവിടെ അതിലുണ്ടായിരുന്ന പോലീസുകാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ചെയ്തത്. നിലവിൽ ഈ മേഖലകളിൽ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോലാഹലമേട്, അതുപോലെ തന്നെ ഈ ചെമ്മണ്ണ്, ഏലപ്പാറയിലെ ചെമ്മണ്ണ് എന്നീ ഭാഗങ്ങളിലുള്ള മണ്ണിടിച്ചിലുണ്ടായ വീടുകൾക്ക് മുകളിൽ മണ്ണിടിഞ്ഞ ഭാഗങ്ങളും, അതുപോലെ തന്നെ ഈ പയ്യനിത്തോട്ടം, കോട്ടയം പൂഞ്ഞാർ മണ്ഡലത്തിലാണ് ഈ പയ്യനിത്തോട്ടം എന്ന് പറയുന്നത്. ആ മേഖലയിൽ ഈ മണപ്പാട്ട് ഗ്രേസി, മകൻ എന്നിവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പ്രദേശത്ത് പൂർണ്ണമായും തന്നെ ആ വീട് വെള്ളത്തിനടിയിലേക്ക്, ഈ മണ്ണിനടിയിലേക്കും ചെടിയിനടിയിലേക്കും പോയൊരു സാഹചര്യമാണ് ഉള്ളത്. അത്തരത്തിൽ വ്യാപക നാശമാണ് ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയിൽ കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. കോട്ടയത്തിൻ്റെ മലയോര മേഖലകളിലും ഇടുക്കി, വാഗമൺ, ഏലപ്പാറ, കുടയത്തൂർ മേഖലകളിലുമാണ് നാശം കൂടുതലായി ഉണ്ടായിട്ടുള്ളത്. ഈരാറ്റുപേട്ട നഗരം അത് പൂർണ്ണമായും വെള്ളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഈരാറ്റുപേട്ട ടൗണിൻ്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാലാ നഗരത്തിലും വെള്ളം ഉയർന്നിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ നഗരത്തിൽ വെള്ളം ഉയർന്നു. അതുപോലെ തന്നെ മുണ്ടക്കയത്ത് കോസ്വേ അത് മുങ്ങിയിട്ടുണ്ട്. ഇടുക്കി ചപ്പാത്ത് പൂർണ്ണമായും മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ മഴയ്ക്ക് ചെറിയ ശമനമുണ്ടായി എങ്കിൽ പോലും ഈ വെള്ളം അത് വലിയ പ്രതിസന്ധിയായി തന്നെ നിൽക്കുന്ന ഒരു ഘട്ടമാണ് നിലവിൽ ഉള്ളത്. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ മഴ ആ പ്രദേശത്ത് ആരംഭിച്ചത്. അതിന് പിന്നാലെയാണ് ഉരുൾപൊട്ടലടക്കം ഉണ്ടായത്. ഈ പയ്യനിത്തോട്ടയ്ക്ക് പുലർച്ചയോടുകൂടി ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഏതായാലും നമുക്കറിയാവുന്ന പോലെ മഴ ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൂടുതൽ ശക്തി പ്രാപിച്ചത്. ആ ശക്തി പ്രാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിലും ഇടുക്കി ജില്ലയിലെ ഈ വാഗമൺ അടക്കമുള്ള മേഖലകളിലും ഇത്തരത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഈരാറ്റുപേട്ട, വാഗമൺ അടക്കമുള്ള വഴികളിൽ പലയിടങ്ങളിലും മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്.
അങ്ങനെ പല ഇടങ്ങളിലും ഇത്തരത്തിൽ വലിയ നാശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ 3 ഇടങ്ങളിൽ ഒരാൾ ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞുണ്ടായ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ട്. അത് അടൂർ മലയിലാണ്. അടൂർ മലയിലാണ്, കുടയത്തൂരിലാണ് സ്ഥലം. ഇടുക്കി കുടയത്തൂർ അടൂർ മലയിൽ മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചിട്ടുണ്ട്. 2 പേരെ അവിടെ രക്ഷപ്പെടുത്തി. ഇനി കോലാഹലമേട്ടിലും അതുപോലെ തന്നെ ഏലപ്പാറയിലും 2 ഇടങ്ങളിൽ മണ്ണിടിഞ്ഞ് വീടുകൾക്ക് മുകളിലേക്ക് നമുക്കൊപ്പം ഡീൻ കുര്യാക്കോസ് MP ചേരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വലിയ ഒരു മഴയാണ് കാണുന്നത്. സംസ്ഥാനം ഒട്ടാകെ ഇപ്പോൾ വലിയ രീതിയിൽ വെള്ളം കയറിയിരിക്കുകയാണ് വീടുകളിലൊക്കെ. ഒപ്പം ഒരു മരണവും കൂടി സംഭവിച്ചിരിക്കുന്നു. നിലവിൽ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്? കനത്ത മഴയാണ് പല ഭാഗങ്ങളിലും. ഇപ്പോൾ ചെറിയ രീതിയിൽ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അതിതീവ്ര മഴയെ തുടർന്ന് ഒരു മരണം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വീടുകളിലൊക്കെ റോഡ് പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ വലിയ രീതിയിൽ വെള്ളം പൊങ്ങിയിരിക്കുകയാണ്. ഇന്നലെ പെയ്ത മഴയിലാണ് ഇത്രത്തോളം വെള്ളം, ഇത്തരത്തിൽ പ്രദേശത്തെ ഒന്നാകെ മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം കയറിയിരിക്കുന്നത്. കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിലും ഇടുക്കിയുടെ പല ഭാഗങ്ങളിലും ഒക്കെ ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി വാഗമൺ കോലാഹമേട്ടിൽ വീടിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഒരാൾ കുടുങ്ങിക്കിടക്കുകയാണ്. എന്തായാലും 2 പേരെ ഇതിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. വീടുകളിലൊക്കെ ഉള്ളവരെ മാറ്റി പാർപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചിലർ വീടുകൾ തങ്ങുന്നുമുണ്ട്. എല്ലാവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാനമൊട്ടാകെ അതിതീവ്ര ജാഗ്രതയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് 9 ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ 5 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ഇന്നും അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വരുന്നത്. ആന്റണി ജസ്റ്റോർ നമുക്കൊപ്പം ചേരുന്നു. ആന്റണി, എന്തായാലും ഇപ്പോൾ ഒരു മരണം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വീടുകൾ പലയിടങ്ങളിലും വെള്ളം കയറി നിൽക്കുന്നൊരവസ്ഥയാണ്. റോഡ് പൂർണ്ണമായും കാണാൻ കഴിയാത്തൊരവസ്ഥയാണ്. നിലവിൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? നിലവിൽ ഈ വെള്ളം കയറിയ മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ ക്യാമ്പുകളിലേക്ക് അടക്കം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ആ മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഏതായാലും പലയിടങ്ങളിലും വ്യാപകമായി തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിലെല്ലാം തന്നെ ഈ വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വീടുകളിലേക്ക് അടക്കം വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊക്കയാർ ചപ്പാത്ത് അത് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ കൊക്കയാർ ചപ്പാത്ത്. അതുപോലെ തന്നെ ഉപ്പതറയിലാണ് പോലീസ് ജീപ്പിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണത്. ആ സമയത്ത് പോലീസുകാർ വാഹനം നിർത്തി ഇറങ്ങിയതിനാലാണ് അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നതാണ്. KK റോഡിൽ, കോട്ടയം കുമളി റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലയായ അടക്കം പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. മീനച്ചിൽ അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിൽ വിവിധ ഇടങ്ങളിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. 6 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കോട്ടയത്തിൻ്റെ മലയോര മേഖലകളിൽ വെള്ളം തുറന്ന ആ മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കൂട്ടിക്കൽ ടൗണിൽ അതുപോലെ തന്നെ മുണ്ടക്കയം കോസ്വേ എന്നിവ വെള്ളത്തിലായിട്ടുണ്ട്. ഈരാറ്റുപേട്ട ടൗൺ അത് പൂർണ്ണമായും വെള്ളത്തിലായി. പാല നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും മീനച്ചിലാറ് കരകവിഞ്ഞതോടുകൂടി വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഉരുൾപൊട്ടലുകൾ ഈ ഇടുക്കി ജില്ലയിൽ, കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിലും പലയിടത്തും ഉരുൾപൊട്ടലായി ഉണ്ടായതായുള്ള വിവരങ്ങളുണ്ട്. അതിൽ പയ്യനിത്തോട്ടത്തിലാണ് ഉരുൾപൊട്ടലിൽ ഒരു വീട് പൂർണ്ണമായും അതിനടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ 2 പേർ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തൊടുപുഴ റോഡിലും ഇത്തരത്തിൽ വെള്ളം. ആന്റണിയിലേക്ക് തിരികെ വരാം. പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ, എന്തായാലും വലിയ ഒരു സംസ്ഥാനമൊട്ടാകെ തീവ്ര മഴയാണ് ഇപ്പോൾ തുടരുന്നത്. നിലവിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീടുകളിലുമൊക്കെ വെള്ളം കയറി ഉരുൾപൊട്ടലുണ്ട്, അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലുണ്ട്. നിലവിൽ എന്തൊക്കെയാണ് ഈ ഒരു ആളുകളെ മാറ്റാനുള്ള എല്ലാ ഏർപ്പാടുകളും നടത്തിയിട്ടുണ്ടോ? വളരെ സീരിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് സ്ഥലത്തും വെള്ളം കയറി കിടക്കുകയാണ് റോഡുകളെല്ലാം. അതാത് പ്രദേശത്തുള്ള ആളുകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ആസൂത്രണം ചെയ്യുന്നത്. പ്രാദേശികമായ ഓരോ പ്രദേശത്തുള്ള ആളുകളെ
ലിങ്ക് ചെയ്ത് പരമാവധി സ്പീഡിൽ ആളുകൾക്ക് സഹായം എത്തിക്കുക. പോലീസും അതോടൊപ്പം ഫയർഫോഴ്സും ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ടൈമിലി എത്തിച്ചേരാനുള്ള വഴിയുടെ ഇത് ബ്ലോക്ക് കാരണം നടക്കുന്നില്ല. ഹലോ, പറഞ്ഞോളൂ. അതാണ് പ്രശ്നം. എല്ലായിടത്തും രൂക്ഷമായ പ്രശ്നമുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലാണ് വന്നിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പൂർണ്ണമായും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. മണ്ണിടിച്ചും വെള്ളം കയറിയും കിടക്കുന്ന സാഹചര്യം. അല്ല, ഇതിലെ നേരെ കയറാൻ മേലെ അല്ല, ഇതിലെ നേരെ കയറി അവിടെ ബ്ലോക്ക് ഉണ്ടോ? അവിടെ നടക്കേ കയറിയേ. ശ്രീ സെബാസ്റ്റ്യൻ, ഇപ്പോൾ നിലവിൽ പല ഭാഗങ്ങളിലും ഇന്നലെ പെയ്ത മഴയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിടിഞ്ഞ് ഒരാൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ അതിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു വരുന്നുണ്ടോ? നമുക്കിപ്പം പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ ആണ് ചേർന്നത്. ഏതായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനമൊക്കെ തുടരുകയാണ്. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഓരോ പ്രദേശങ്ങളിലും നൽകിയിട്ടുള്ളത്. ഈ വീടുകളിൽ വെള്ളം കയറിയ ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനായി ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും മറ്റ് നടപടികളും ഒക്കെ സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇത്തരത്തിൽ ഒരു വീട് തന്നെ കാണാതായിരിക്കുകയാണ്, മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നു. ആ ഭാഗത്തു നിന്നും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ മണ്ണിനടിയിൽ പോയ ആ കാർ പുറത്തെടുക്കുകയാണ്. ഒപ്പം ഷെഡും മറ്റുമൊക്കെ തകർന്നു കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെ പെയ്ത മഴയിലാണ് ഇത്രത്തോളം മഴക്കെടുതികൾ ഉണ്ടായിരിക്കുന്നത്, ഇത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് കാണാം, ഇത്തരത്തിൽ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്, ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. പല ഭാഗങ്ങളിലും വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വകുപ്പ് ഇന്നും ഇത്തരത്തിൽ അതിതീവ്ര മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഓറഞ്ച് മുന്നറിയിപ്പാണ് 9 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലുള്ളവരൊക്കെ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഈ ഒരു മഴ ഇത്രത്തോളം തീവ്രമാകുന്ന ഒരു സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിന് ഇനിയും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ നമ്മൾ വലിയൊരു ദുരന്തത്തെ അതിജീവിച്ചവരാണ്. വയനാട് ഇത്തരത്തിൽ ചൂരൽമല, മുണ്ടയ്ക്കൽ മേഖലകളുണ്ടായ ഈ ഒരു ദുരന്തത്തിൽ നമ്മൾ ഇതൊക്കെ അതിജീവിച്ചവരാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ തീവ്രമായ മഴ ഇനിയും തുടരുകയാണെങ്കിൽ വലിയ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നമുക്കിപ്പം കോട്ടയത്തു നിന്നും ജോജു ചേരുന്നുണ്ട്. ജോജു, ഇപ്പോൾ കോട്ടയത്തെ അവസ്ഥ എങ്ങനെയാണ്? നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണോ? ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാൻ തുടങ്ങിയോ? എന്താണ് നിലവിലെ അവസ്ഥ? ജില്ലയിലെ മലയോര മേഖലയിലാണ് മഴ ശക്തമായത്. ഇന്നലെ രാത്രി മുതൽ, ഇന്നലെ പകൽ മഴയുണ്ടായിരുന്നു, പക്ഷെ രാത്രി ഒരു 9 മണിക്ക് ശേഷമാണ് മഴ ശക്തി പ്രാപിച്ചത്. അത് മലയോര മേഖലയെ കാര്യമായി തന്നെ ബാധിച്ചു. പലയിടത്തും വെള്ളത്തിലായി. ഈരാറ്റുപേട്ട മേഖലയിൽ, ഈരാറ്റുപേട്ട ടൗണിൽ വെള്ളം കയറി. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ പയ്യാനി തോട്ടം എന്ന മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. അവിടെ ഒരു വീടിനകത്ത് അമ്മയും മകനും കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് വിവരം. ഗ്രേസി എന്ന് പറയുന്ന പയ്യാനിത്തോട്ടം ഗ്രേസിയും മകനുമാണ് ആ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് JCB അത് പാറയും വന്ന് കിടക്കുന്നത് കൊണ്ട് അതിലേക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ഇപ്പോൾ 2 പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. മാത്രമല്ല, കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിൽ മിക്കയിടത്തും വെള്ളം കയറി. കൂട്ടിക്കൽ 2021 മിന്നൽ പ്രളയമുണ്ടായതാണ്. കൂട്ടിക്കൽ ചപ്പാത്ത് പാലം കരകവിഞ്ഞ് ഒഴുകുകയാണ്. അവിടെ മിക്ക വീടുകളിലും വെള്ളം കയറി. എന്നാൽ വലിയ ഒരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം ഉണ്ടായിട്ട് അവരും ജാഗ്രതയിലായിരുന്നതുകൊണ്ട് പലരെയും മാറ്റിപ്പാർപ്പിക്കാൻ സാധിച്ചു. മുണ്ടക്കയം കോസ്വേ, അവിടെയും വെള്ളം കയറി. അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട ടൗണിൽ വരെ വെള്ളം കയറി. അവിടെയും രക്ഷാപ്രവർത്തനം നടത്തി. വീടുകളുടെ ടെറസിന്റെ മുകളിലൊക്കെ കുടുങ്ങിക്കിടന്നവരെ മാറ്റി. അങ്ങനെ പലയിടത്തും, പാലായിലും വെള്ളം കയറിയിട്ടുണ്ട്. മീനച്ചിലാർ നിറഞ്ഞൊഴുകുകയാണ്. എങ്കിലും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ
മഴയ്ക്ക് അല്പം ശമനമുണ്ടായി എങ്കിലും വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്ന അവസ്ഥയാണ്. ജാഗ്രത, അതായത് ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ 5 കോട്ടയം ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. ജോജു, ഇന്നലെ രാത്രി പെയ്ത മഴയിൽ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ വീടുകളിലേക്ക് ഇരച്ച് വെള്ളം കയറിയിട്ടുള്ളത്. അപ്പോൾ പലരും ഉറങ്ങിക്കിടക്കുന്ന സമയമായിരിക്കും. എന്തായാലും വലിയ ആശങ്കയിലായിരിക്കും, വലിയ പരിഭ്രാന്തിയായിരിക്കും ഇത്തരത്തിൽ വെള്ളം പെട്ടെന്ന് വീടിനുള്ളിലേക്കൊക്കെ ഇരച്ചു കയറുമ്പോഴും ഇടിഞ്ഞു വീഴുമ്പോഴും ഒക്കെ. ഈ ഒരു പ്രദേശവാസികളുടെയൊക്കെ പ്രതികരണം എന്താണ്? അരുണിമ, ഇന്നലെ പകൽ ശക്തമായ മഴ, ഇടവിട്ട് മഴയുണ്ടായിരുന്നു. എങ്കിലും രാത്രിയോടെ മഴ ശക്തി പ്രാപിക്കുന്ന മഴ കൂടി 9 മണിയോടുകൂടിയാണ് ഏറ്റവും ശക്തമായ മഴ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മുൻ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതയിലായിരുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികൃതരും ജില്ലകളും എല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തന്നെ മിക്കവരും മാറി, അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്കും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും മാറി. എങ്കിലും ചില പ്രദേശങ്ങളിൽ വെള്ളം കയറി, വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഏറ്റവും പ്രശ്നമായി കാണുന്നത് ഇപ്പൊ നമ്മൾ ഈ പയ്യാരി തോട്ടത്തിലാണ്. രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അമ്മയും മകനുമാണ്, ഗ്രേസി എന്ന് പറയുന്ന അമ്മയും മകനുമാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അതോടൊപ്പം തന്നെ വാഗമണിലേക്ക് പോകുന്ന റൂട്ടിൽ, ഈരാറ്റുപേട്ട വാഗമണിലേക്ക് പോകുന്ന റൂട്ടും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുണ്ടക്കയത്ത് നിന്നും ഏലപ്പാറ മേഖലയിലേക്ക്, കുട്ടിക്കാനം മേഖലയിലേക്ക് പോകുന്നിടത്തും, അതോടൊപ്പം തന്നെ അതിർത്തി ഇടുക്കിയിലെ മേഖല, കോട്ടയം ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന കൊക്കയാർ പഞ്ചായത്തിലും, ഈ കുട്ടികൾ കൊക്കയാർ പഞ്ചായത്തിലും ധാരാളം ഇടത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്, കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമാണ്. ശരി, വ്യക്തമാണ് ജോജു. എന്തായാലും കോട്ടയത്തിൻ്റെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ജനങ്ങളൊക്കെ വലിയ പരിഭ്രാന്തിയിലാണ്. പെട്ടെന്ന് ഇത്തരത്തിൽ മഴയിൽ ഒരു രാത്രി കൊണ്ടാണ് ഇത്തരത്തിൽ വീടുകളിലേക്കൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറുന്നതും ഇത്രത്തോളം മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു വീട് കാണാതായിരിക്കുന്നു, മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാർ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ കോട്ടയത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ജനങ്ങളൊക്കെ വലിയ പരിഭ്രാന്തിയിലാണ്. ഇന്നും അതിതീവ്ര മഴ തന്നെയാണ് സംസ്ഥാനത്ത് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അപ്പോൾ ഇനിയും മഴ തുടരുകയാണെങ്കിൽ വീണ്ടും മഴക്കെടുതികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ രീതിയിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കർശന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. എന്തായാലും നിലവിൽ പല ഭാഗങ്ങളിലും രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുകയാണ്. വീടുകൾക്കുള്ളിലേക്കൊക്കെ വെള്ളം കയറി പലരെയും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. പലയിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ പല ഭാഗങ്ങളിലും വലിയ രീതിയിൽ ജനങ്ങളൊക്കെ പരിഭ്രാന്തിയിലാണ്. ഇത്തരത്തിൽ മഴ വീണ്ടും തുടരുകയാണെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കനത്ത മഴയാണ് എന്തും പറയുന്നത്. എന്തായാലും തീരദേശ മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒപ്പം മലയോര മേഖലകളിലുള്ളവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പറയുന്നത്. ഉരുൾപൊട്ടൽ സാധ്യതയും മണ്ണിടിച്ചിൽ സാധ്യതയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കാലാവസ്ഥാ വകുപ്പ് ഇത്തരത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം തരുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മണ്ണിടിഞ്ഞ് വീണ ഭാഗത്തെ മണ്ണുകളൊക്കെ നീക്കം ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഈ ഒരു ഇന്നലത്തെ തീവ്ര മഴയെ തുടർന്നാണ് ഈ ഒരു മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ പല ഭാഗങ്ങളിലും ഉണ്ടായത്. നമുക്കിപ്പോൾ ലഭിച്ച വിവരത്തിൽ നിന്നും കോട്ടയത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വെള്ളം വീടുകളിലൊക്കെ കയറിയിട്ടുണ്ട്. ഒരു വീട് പൂർണ്ണമായും ഇത്തരത്തിൽ മണ്ണിനടിയിലായി എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പലയിടങ്ങളിലും വെള്ളം കയറിയതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അവിടെ നിന്നുമൊക്കെ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലോട്ടൊക്കെയാണ് ഇപ്പോൾ ഈ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നത്. എന്തായാലും ഗതാഗതം, ഇപ്പോൾ റോഡ് പോലും കാണാൻ കഴിയാത്ത രീതിയിൽ വെള്ളം പൊങ്ങി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഗതാഗതം ഒന്നും നടക്കാൻ സാധ്യതയില്ല. എന്തായാലും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. വീടും ഇത്തരത്തിൽ മുറ്റവും ഒന്നും കാണാൻ കഴിയാത്ത രീതിയിൽ, ഇത്തരത്തിൽ റോഡ് പോലും കാണാൻ കഴിയാത്ത രീതിയിലാണ് വെള്ളം പൊങ്ങി നിൽക്കുന്നത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. ഇന്നും അതിതീവ്ര മഴയാണ് പറയുന്നത്. 9 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
പത്തനംതിട്ടയിലെ മലയോര മേഖലയിലും കനത്ത മഴ തുടരുന്നു. കോന്നി അരുവാപ്പുല്ലം നെല്ലിക്കമ്പാറയിൽ ഉരുൾപൊട്ടിയതായി സംശയം. സീതത്തോട് വീടുകളിൽ വെള്ളം കയറി. കക്കാട്ടാറിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രസാദ് എം ജി ചേരുന്നു. പ്രസാദ്, എന്തായാലും പത്തനംതിട്ടയിലെ മലയോര മേഖലയിലും ഇപ്പോൾ കനത്ത മഴ തുടരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ ഉരുൾപൊട്ടിയതായ ഒരു സംശയം ഒക്കെ പറയുന്നുണ്ട്. നിലവിലെ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇന്ന് പുലർച്ചെയാണ് ഈ കോന്നി അരുവാപുരം കൊക്കത്തോടിന് സമീപമുള്ള നെല്ലിക്കമ്പാറയ്ക്ക് സമീപമുള്ളിടത്താണ് ഉരുൾപൊട്ടിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 1.5 ദിവസമായി നിർത്താതെ പെയ്യുന്ന മഴയാണ്. നമ്മളതിന്റെ നേതൃത്വത്തിൽ മറ്റുള്ള അധികാരികളുടെ നേതൃത്വത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. രണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും പത്തനംതിട്ടയിലെ മലയോര മേഖലകളിലും ഇപ്പോൾ കനത്ത മഴ തുടരുകയാണെന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും പലയിടങ്ങളിലും ഉരുൾപൊട്ടിയതായും ഒക്കെ സംശയമുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, റോഡുകളിലൊക്കെ വെള്ളം കയറി, വീടുകളിലുമൊക്കെ വെള്ളം കയറിയ അവസ്ഥയാണ്. ഇപ്പോൾ ജനങ്ങളൊക്കെ വലിയ പരിഭ്രാന്തിയിലാണ്. ഇവരെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ മാറ്റാനുള്ള നടപടികളൊക്കെ പുരോഗമിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ കക്കാട്ടാറിലെ ജലനിരപ്പും ഉയർന്നതും വലിയൊരു ആശങ്കയായിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് പ്രസാദ് എം ജെ ആണ്.